ആരോപണം കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ദളിത് യുവതിക്കെതിരായ കസ്റ്റഡി പീഡനത്തിൽ അന്വേഷണം വഴിമുട്ടുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. ആരോപണ വിധേയരെ രക്ഷിക്കാൻ അണിയറ നീക്കങ്ങളുമായി ഉദ്യോഗസ്ഥ പ്രമാണിമാർ. മാലമോഷണ കുറ്റം ആരോപിച്ച് ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിക്കുകയും അനധികൃതമായി കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. മാല മോഷ്ടിച്ചുവെന്ന കുറ്റം ആരോപിച്ച് ജോലി ചെയ്തിരുന്ന വീട്ടുകാർ നൽകിയ പരാതിയിൽ പേരൂർക്കട പോലീസ് നെടുമങ്ങാട് സ്വദേശി ആർ ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിൽ 20 മണിക്കൂറോളം പീഡിപ്പിച്ചുവെന്നാണ് പരാതി. മോഷണം പോയി എന്നാരോപിച്ച സ്വർണമാല ഉടമസ്ഥന്റെ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചതിനാൽ അവർ പരാതി പിൻവലിച്ചിരുന്നു. എന്നിട്ടും ഈ വിവരം അറിയിക്കാതെ ബിന്ദുവിനെതിരായ മാനസിക പീഡനം പോലീസ് അധികൃതർ തുടരുകയായിരുന്നുവെന്നാണ് ബിന്ദുവും കുടുംബവും ആരോപിച്ചതും പരാതി നൽകിയതും. ബിന്ദുവിന്റെ വാക്കുകളെ പൂർണ്ണമായും അവഗണിക്കുകയും പരാതി അലക്ഷ്യമായി തള്ളിക്കളയുകയുമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ചെയ്തതെന്ന ആരോപണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. പോലീസിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം ഒരു ദളിത് യുവതിക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥ പുറം ലോകത്ത് എത്തിയതോടെ വലിയ തോതിലുള്ള ജനപിന്തുണയാണ് വിവിധ കോണുകളിൽ നിന്നും ബിന്ദുവിന് ലഭിച്ചത്. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. എന്നാൽ ആ വിധത്തിൽ ബിന്ദുവിന് അനുകൂലമായി ഉയർന്ന നീക്കങ്ങളെല്ലാം ആസൂത്രിതമായി അട്ടിമറിക്കപ്പെടുകയാണെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നിരിക്കുന്നത്. മാല മോഷണം പോയെന്ന് പരാതി നൽകിയത് വീട്ടുടമ ഓമന ഡാനിയലാണ്. 18 ഗ്രാം തൂക്കമുള്ള സ്വർണമാല വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതിനാൽ അവർ പരാതി പിൻവലിക്കുകയായിരുന്നു. എന്നാൽ മാല തിരിച്ചു കിട്ടിയ വിവരം തുറന്നു പറയാതെ ബിന്ദു പീഡനം ഏറ്റുവാങ്ങുകയായിരുന്നു. ഈ സംഭവത്തിൽ SI പ്രസാദിനെയും ASI പ്രസന്നകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് GDയിൽ രേഖപ്പെടുത്തിയില്ലെന്നും മാല തിരിച്ചു കിട്ടിയത് അറിയിച്ചില്ലെന്നും തുടർ നിയമ നടപടികളൊന്നും തന്നെ നിയമാനുസൃതം പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ കൈക്കൊണ്ടത്. 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ബിന്ദു മൊഴി നൽകിയത്. എന്നാൽ 2 പേർക്കെതിരെ മാത്രമേ നടപടിയുണ്ടായിട്ടുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട അപമാനത്തെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായി എന്ന പരാതിയുടെ മേലിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. പോലീസ് നടപടിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ വനിതാ കമ്മീഷനും SC/ST കമ്മീഷനുമെല്ലാം അന്വേഷണം നടത്തുന്നുവെങ്കിലും ബിന്ദുവിന് ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല, ബിന്ദുവിന്റെ വിഷയത്തിൽ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഇതിനായി പത്തനംതിട്ട DYSP വിദ്യാധരനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ക്രിയാത്മകമായ ഇടപെടലുകൾ ഒന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കൂടാതെ ബിന്ദുവിനെ നിയമകാര്യങ്ങളിൽ സഹായിക്കാനായി വനിതാ അഭിഭാഷകയെ ചുമതലപ്പെടുത്തണമെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വനിതാ അഭിഭാഷകയുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. സംഘടിത പ്രസ്ഥാനങ്ങളുടെ പിൻബലമോ സാമ്പത്തിക ശേഷിയോ വിലപേശൽ ശക്തിയോ ഇല്ലാത്തതിനാലാണ് ബിന്ദുവിന് നീതി വൈകുന്നതെന്ന് വ്യക്തം. അന്വേഷണം നീണ്ടുപോകുന്തോറും കുറ്റാരോപിതരായ പോലീസുകാർ തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടുമെന്നുള്ള ആശങ്കയാണ് ബിന്ദുവിനും കുടുംബാംഗങ്ങൾക്കുമുള്ളത്.